20,000 പേർ ജോലി ചെയ്യുന്ന കമ്പനി മകൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തത് ഒരു രേഖയുമില്ല. അദ്ദേഹത്തിന് മാത്രം ഒരു രേഖയുമില്ല. ഇങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ SFI-കാരൻ ചവിട്ടിക്കൂട്ടി മുറിക്കകത്തിട്ട് ഇരുണ്ട മുറിക്കകത്തിട്ട് സിദ്ധാർത്ഥനെ പോലെയുള്ള ആളുകളെ ചവിട്ടി കൊല്ലുക. ഒത്തിരി ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ജില്ലയിലാണ് ഒരു കർഷകന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. കർഷകരെ അവർ കഷ്ടപ്പെട്ടിട്ട്, ഞാനും ഒരു കൃഷിക്കാരിയാണ്, എനിക്കിപ്പോഴും നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പാടത്ത് പണിയെടുക്കാൻ സാധിക്കുന്ന കൃഷിഭൂമിയുള്ള ഒരാളാണ്. നമ്മൾ അവിടെ നെല്ല് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഈ നെല്ല് ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ റെസീറ്റ് തരികയാണ്. ഈ റെസീറ്റ് കുറ്റി കൊണ്ടുപോയിട്ട് ബാങ്കിൽ എന്തിനാണ് പണയം വയ്ക്കുന്നത്? അപ്പോൾ കടക്കാരാവുകയാണ്. പ്രസാദ് അങ്ങനെയല്ലേ ആത്മഹത്യ ചെയ്തത്? കാരണം നമ്മൾ അധ്വാനിച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ വിഭവത്തിന് പണം കൊടുക്കാൻ കേരള ഗവൺമെൻറ് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് സാധിക്കണ്ടേ? കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഇവരുടെ എന്താ പറയുക അനുയായികൾക്കും മാത്രം നല്ല രീതിയിൽ ജീവിക്കുക, അവർക്ക് മാത്രം സുഖകരമായിട്ട് മുന്നോട്ട് പോവുക. എന്നാൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ SFI-കാരൻ ചവിട്ടിക്കൂട്ടി മുറിക്കകത്തിട്ട് ഇരുണ്ട മുറിക്കകത്തിട്ട് സിദ്ധാർത്ഥനെ പോലെയുള്ള ആളുകളെ ചവിട്ടി കൊല്ലുക. അതുമല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? 51 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളെ കൊലക്കത്തിക്കിരിയാക്കുക, ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെയുള്ള ആളുകളെ വെട്ടിക്കീറി കൊല്ലുക. അതായത് തൻ്റെ പ്രസ്ഥാനം മാത്രം പ്രത്യയശാസ്ത്രം മാത്രം മതി. എന്നിട്ടോ അവരുടെ മക്കൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ മക്കൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജിൽ പോയി പഠിക്കണം. പഠിക്കുന്നതിന് വിരോധമില്ല. പക്ഷെ അന്താരാഷ്ട്ര നിലവാരത്തിൽ പോയി പഠിക്കുന്നത് നോക്കൂ, അത് റാങ്ക് വാങ്ങിക്കൊണ്ട് കുട്ടികൾ പഠിക്കാൻ പോകണം. പണം കൊടുത്ത് ആർക്ക് എവിടെയും പഠിക്കാൻ സാധിക്കും. അങ്ങനെ തൻ്റെ മകനും തൻ്റെ മകൾക്കും തൻ്റെ കരിമണൽ കർത്തയ്ക്കും പിന്നെ തൻ്റെ മറ്റു മുതലാളിമാർക്കും തൃശ്ശൂരിൽ ഏക്കർ കണക്കിന് പാടശേഖരം നികത്തിയ ആളുണ്ടല്ലോ, വലിയ ഒരാൾ. ആ വലിയ ഒരാളുടെ കയ്യിൽ നിന്നല്ലേ 20,000 പേർ ജോലി ചെയ്യുന്ന കമ്പനി മകൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തത്? ഒരു രേഖയുമില്ല. അദ്ദേഹത്തിന് മാത്രം ഒരു രേഖയുമില്ല, ഒരു കണക്കുമില്ല. കേന്ദ്രം കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ വാങ്ങിയെടുക്കുക, അത് വകമാറി ചെലവഴിക്കുക, അത് സൗകര്യപൂർവ്വം ചെലവഴിക്കുക. ഞാൻ തന്നെയാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞ് എൻ്റെയും നിങ്ങളുടെയും നികുതി പണം കട്ടെടുക്കുന്നവരെ കുറിച്ച് വ്യക്തമായി ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും ഞങ്ങൾ നടത്താൻ പോകുന്നത്. നാളെ വനിതാ ദിനമാണ്. വനിതകൾ എന്തിനു വേണ്ടിയാണ് ഇത്തവണ വോട്ട് ചെയ്യേണ്ടത്? വനിതകൾ വേദനിക്കപ്പെടാത്ത ഒരു ലോകം, ആ വിഷയം ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുകയാണ്. അവിടെ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് വളർന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര നാണയനിധി പറയുകയാണ്, അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി പറയുകയാണ്. അവരാണല്ലോ ഫിനാൻസിൻ്റെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർ 2004 മുതൽ 2014 വരെയുള്ള ഭരണം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ, നമുക്ക് അറിയാൻ സാധിക്കുന്ന വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ ഭരണസമയത്താണ് അവർ ആദ്യമായിട്ട് പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യ ഷൈൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം 10 വർഷം UPA ഗവൺമെൻറ് രാജ്യം ഭരിച്ചു. അന്ന് ആ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു, ശ്രീലങ്കയെപ്പോലെ പാകിസ്ഥാനെ പോലെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലവാരം താഴോട്ട് പോകുമോ എന്നുള്ള ഭയം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തോന്നുന്നു. അതേ ഇൻസ്റ്റിറ്റ്യൂട്ട് നരേന്ദ്രമോദി വന്ന് 10 വർഷത്തിന് ശേഷം അവർ പറയുകയാണ്, ലോകത്തെ സാമ്പത്തിക ശക്തികളെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ സംവിധാനം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മോർഗൻ സ്റ്റാൻലിയും അതുപോലെ തന്നെ പ്രഗത്ഭമതികളും ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ആ ചർച്ചയോടൊപ്പം അമ്മ വേണ്ടേ, സ്ത്രീ വേണ്ടേ, അനുജത്തി വേണ്ടേ? ഈ ചോദ്യമാണ് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അമ്മയും ചേച്ചിയും അനുജത്തിയും മകളെയും ഒക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്നേഹിക്കാമെങ്കിൽ സ്ത്രീകളും ഈ രാഷ്ട്രീയ രംഗത്ത് വേണം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 33% സംവരണത്തിലൂടെ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, എന്താ ഇപ്പം നടപ്പിലാക്കാത്തത്? നടപ്പിലാക്കാൻ ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ ഇടമുണ്ടായല്ലോ, അതല്ലേ ചിന്തിക്കേണ്ടത്. അപ്പോൾ വനിതാ സംവരണത്തിലൂടെ നാട് മാറും, കേരളം മാറും. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ ഭരണകൂടം നടത്തുന്ന ഓരോ കലാപരിപാടികളും നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് 50% റിസർവേഷൻ ആ നിയമസഭയ്ക്കകത്ത് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതൊരു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെയൊക്കെ അനുജത്തി കുട്ടികളായിരിക്കും വരാൻ പോകുന്നത്. കാരണം എനിക്ക് 50 വയസ്സ് തികയാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്, രാജ്യം, ലോകം, നമ്മുടെ കൊച്ചു സംസ്ഥാനം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, സ്ത്രീയെ നിങ്ങൾക്ക് സ്നേഹിക്കാമെങ്കിൽ, സ്ത്രീക്ക് വേണ്ടി ശാരദാ പ്രതിഷ്ഠയിലൂടെ ശ്രീനാരായണ ഗുരുദേവന് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ സ്ത്രീക്കും പുരുഷനും സമത്വത്തിന് വേണ്ടിയിട്ട് അന്ന് R ശങ്കരനെ പോലുള്ള പ്രഗത്ഭമതികൾക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഈ മാറ്റത്തോടൊപ്പം അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ വേദിയിൽ പെൺകുട്ടികൾ ചിരിക്കുന്ന, അമ്മമാർ ചിരിക്കുന്ന, സഹോദരിമാർ ചിരിക്കുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ശേഖരിച്ച് വെച്ചിട്ടുള്ളവർ നമ്മുടെ അമ്മമാരാണ്. അവർക്ക് പട്ടിണിയുണ്ട്.
പക്ഷെ അവർ ഒരു പൊന്ന് പോലും, ഒരു പവൻ പൊന്ന് കയ്യിലുണ്ടെങ്കിൽ അതങ്ങനെ അവർ മൂടിപ്പൊതിഞ്ഞ് ഭർത്താവിനെ പോലും കാണിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വെമ്പൽ കൊള്ളുന്ന അമ്മമാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വനിതാ ദിനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ, ആ 2 ചിറകുകൾക്കും ഒരുപോലെ ശക്തി വേണം എന്ന് ചിന്തിക്കുന്ന ഒരു നാളെയിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോകും. അതൊരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അനുജത്തി കുട്ടികൾ, അതായത് ഒരു 5 വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും.